CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അതിമാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവ് പിടിയിൽ. കടപ്പുറം തൊട്ടാപ്പ് കുടപ്പള്ളിക്കടുത്ത് ചാലിൽ വീട്ടിൽ ഷഹറൂഫാണ് പിടിയിലായത്. വരവൂർ തളിയിൽ നിർമ്മാണ ആവശ്യത്തിനായി ഇറക്കിയിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തളി പാറപ്പുറം മണിമുക്കിൽ കുന്നത്തുള്ളി പീടികയിൽ അബ്ദുൾ റഹ്മാനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് ദേശീയപാത 66 മണത്തലയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി ടെമ്പോയുടെ ടയർ പൊട്ടിത്തെറിച്ചു മറിഞ്ഞു. പൊന്നാനി ഭാഗത്തുനിന്നും പെരുമ്പിലാവിലേക്ക് കശുവണ്ടിയുടെ തോട് കയറ്റിപ്പോകുകയായിരുന്ന മിനി ടെമ്പോയാണ് മറിഞ്ഞത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലാണ് നടപടി. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ബസിനാണ് തീപിടിച്ചത്. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. നിഷ്ക്രിയത്വത്തിന്റെ പര്യായമായി മുരളി പെരുന്നെല്ലി MLA മാറിയെന്ന് DCC സെക്രട്ടറി V. വേണുഗോപാൽ. തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂർ പാരീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂർ പാരീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാരീസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തയ്യൂർ മേഖലയിൽ സ്ഥാപിച്ച കൊടിക്കാലുകൾ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് MG വിവേക് ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്തിലെ കടലാക്രമണം തടയാൻ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. പലഹാര വിൽപ്പനയുടെ മറവിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നക്കടത്ത്. 200ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 5 പേർ വടക്കേക്കാട് പോലീസിന്റെ പിടിയിലായി. ആരവിനായി കൈകോർത്തിറങ്ങാൻ തീരുമാനിച്ച കുന്നംകുളം. വിവിധാവശ്യങ്ങൾക്കായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാൻ കുന്നംകുളം കൈകോർത്തിറങ്ങുന്നത്. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ പരപ്പിൽ താഴം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ദുരിതം അനുഭവിക്കുന്നവരെ BJP മണ്ഡലം പ്രസിഡന്റ് KR ബൈജുവിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. സംഭവത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി BJP മുന്നോട്ടു പോകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. 4 വർഷ ഡിഗ്രി കോഴ്സുകളെക്കുറിച്ച് FIUGP കോർഡിനേറ്ററും മാനേജ്മെന്റ് സ്റ്റഡീസിലെ വകുപ്പ് മേധാവിയുമായ ഫാസിൽ ബാപ്പു ക്ലാസ് നയിച്ചു. VK മോഹനൻ കാർഷിക സമിതി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. ചാവക്കാട് വസന്തം കോർണറിൽ നടന്ന ചടങ്ങ് മുൻ കൃഷി വകുപ്പ് മന്ത്രിയും VK മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാനുമായ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കമ്മിറ്റിയും മരത്തംകോട് ഗവൺമെന്റ് ഹൈസ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 15 ദിവസം നീണ്ടുനിൽക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ KA ജോസ് നിർവഹിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDSന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ടാംഗങ്ങൾക്ക് സ്ത്രീധന വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ ക്യാമ്പയിനും റാലിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനം ഭരണകക്ഷി അംഗങ്ങൾ അട്ടിമറിച്ചതായി പുന്നേർകുളം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. പുതിയ അക്കാദമിക വർഷത്തെ കായിക മത്സരങ്ങൾ സുബ്രതോ മുഖർജി ഫുട്ബോൾ മത്സരത്തോടുകൂടി തുടക്കം കുറിച്ചു. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ കേരളവർമ്മ കോളേജ് ഗ്രൌണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മറ്റൻ സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ പതാക ദിനം ആചരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേനകൾക്കുള്ള യൂണിഫോം, ഇൻഷുറൻസ് കാർഡ് എന്നിവയുടെ വിതരണം നടന്നു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കും. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ തകർന്നുകിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികളെടുക്കാത്ത ഇടതുപക്ഷ ഭരണാധികാരികളുടെ നിരുത്തരവാദിത്വത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ സമരം ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം ചിറമനേങ്ങാട് വായനശാലയിൽ സുവിധം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ നിർധനർക്ക് ധനസഹായം നൽകി. ലയൺ ഇയറിന് തുടക്കമിട്ട് മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബ്ബ് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ നടന്ന ചടങ്ങ് റീജിയൻ ചെയർമാൻ ലയൺ ലിജോ ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.